സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് രാഖി കെട്ടിയ സംഭവത്തിൽ വർക്കല താലൂക്ക് CDPC ഓഫീസറുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം. തിരുവനന്തപുരം വർക്കലയിലാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ അങ്കണവാടികളിൽ കുട്ടികളെക്കൊണ്ട് രാഖി കെട്ടിപ്പിച്ചത്. വർക്കല നഗരസഭയിലെ കണ്ണമ്പ വാർഡിലെ അങ്കണവാടിയിലായിരുന്നു പരിപാടി നടന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഹർ ഘർ തിരംഗ ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയതാണെന്നാണ് വിശദീകരണം. കേന്ദ്ര ഉത്തരവിൽ പറയുന്നത് കുട്ടികൾ നിർമ്മിച്ച രാഖി സൈനികർക്ക് നൽകാനായി പോസ്റ്റൽ മാർഗം അയക്കാനാണ്. ഇതിന്റെ മറവിലാണ് കുട്ടികളെക്കൊണ്ട് രാഖി പരസ്പരം കെട്ടിച്ചത്. അംഗനവാടി ടീച്ചേഴ്സിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് അഡീഷണൽ CDPO രാഖി നിർമ്മിക്കാൻ നിർദ്ദേശം നൽകിയത്. ടീച്ചർമാരുടെ ശ്രദ്ധയ്ക്ക് ടീച്ചർമാർ നാളെ ഓഗസ്റ്റ് 15-ന് ഭാഗമായിട്ട് ഇതുപോലെ രാഖി ഉണ്ടാക്കിയിട്ട് കുട്ടികളുടെ കയ്യിൽ കെട്ടുക. അത് രാഖി ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോയും കുട്ടികളെ കയ്യിൽ കെട്ടുന്ന ഫോട്ടോയും ഗ്രൂപ്പിലിടേണ്ടതാണ്. കാരണം നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുമാണ്. രാഖി പലതരത്തിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. കൃത്യമായി പറയുന്നത് അംഗനവാടികളിലെ കുഞ്ഞുങ്ങൾക്ക് ടീച്ചർമാരുടെ നേതൃത്വത്തിൽ ഈ രാഖി കെട്ടിക്കൊടുത്ത് അതിന്റെ ചിത്രങ്ങൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണം. കൃത്യമായി കുഞ്ഞു മനസ്സിലേക്ക് പോലും വർഗീയതയുടെ നാമ്പുകൾ കടത്തിവിടുന്ന തരത്തിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ മാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കെതിരെയുള്ള കടുത്ത വെല്ലുവിളിയായാണ് ഡിവൈഎഫ്ഐ കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ നവംബർ മാസം റിട്ടയർ ആവുന്ന ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥയാണിത്. നവംബർ മാസം റിട്ടയർ ആവുന്നതുകൊണ്ട് തന്നെ അവർക്ക് അധികം ലീവ് ഉണ്ടാകും. ഇന്നും അവർ വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും ലീവായിരിക്കും. ഈ RSS വൽക്കരണത്തിന്റെ പ്രവർത്തനങ്ങൾ മാത്രം പുറകിൽ നിന്ന് നടത്തി അവർ കൃത്യമായി വീട്ടിലിരിക്കുന്ന സാഹചര്യമാണ്. നമ്മുടെ ശക്തമായ ഡിവൈഎഫ്ഐ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണ്. ഞങ്ങളെ അറസ്റ്റ് ചെയ്താലും, ഇനി നൂറുകണക്കിന് ഡിവൈഎഫ്ഐക്കാരെ അറസ്റ്റ് ചെയ്താലും, വർക്കലയിലെ മുഴുവൻ ഡിവൈഎഫ്ഐക്കാർ വന്നാലും ഞങ്ങൾ ചെറുത്തു നിൽക്കും. ഈ CDPOക്കെതിരെ നടപടി എടുക്കുന്നതുവരെ, അവർ ഈ ഓഫീസിൽ വരുന്നതുവരെയും ഈ സമര പരിപാടികൾ നമ്മൾ തുടരുമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുവാനുള്ളത്, ഈ ഉത്തരവ് ഇറങ്ങുമ്പോൾ തന്നെ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ വനിതാ ശിശുവികസന വകുപ്പ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ട്. ആ ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ദേശീയ പതാക ഉയർത്തുക, ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുക, കുഞ്ഞുങ്ങൾക്ക് മധുര പലഹാരം നൽകുക, ദേശീയ പതാകയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുക, പതാകയോടൊപ്പം ഉള്ള സെൽഫി harghar.tiranga.com എന്ന പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക. ഇത് കൃത്യമായി ഗവൺമെന്റ് ഈ CDPOക്ക് ശമ്പളം കൊടുക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദിയല്ല, കേരളത്തിലെ ഫെഡറൽ രാജ്യമായ ഇന്ത്യയിലെ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ശമ്പളം കൈപ്പറ്റിക്കൊണ്ടാണ് RSSന് പിടിപടി ചെയ്യുന്നത്. ജ്യോതിഷ്മതി ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഞങ്ങൾ ഡിവൈഎഫ്ഐ തീരുമാനിച്ചാൽ നിങ്ങൾ ഈ ഓഫീസിൽ നിന്നല്ല, നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാതെ ഞങ്ങൾ ചെറുക്കുമെന്ന് മാത്രം സൂചിപ്പിച്ച് ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. ജ്യോതിഷ്മതിയോ അതോ അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ, ജില്ലാതല ഓഫീസറോ ഇവിടെ എത്തുന്നത് വരെ ഈ സമരം തുടരും. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്, വകുപ്പ് മന്ത്രിക്ക്, ഡയറക്ടർക്ക്, ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് ഡയറക്ടർക്കും ഡിവൈഎഫ്ഐ വർക്കല ബ്ലോക്ക് കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട്. അതിൽ നമുക്ക് നല്ല വിശ്വാസമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇത് പരിശോധിച്ച് നടപടി എടുക്കുക തന്നെ ചെയ്യും. ആ നടപടി എടുക്കുന്നതുവരെയും ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉറപ്പ് കിട്ടുന്നതുവരെയും ഞങ്ങൾ ഈ സമരം തുടരുമെന്ന് മാത്രം സൂചിപ്പിച്ച്